ഏജ് ഇൻ റിവേഴ്സ് ഗിയർ. ഈ വാക്ക് മലയാള സിനിമയിൽ വളരെയധികം ഇണങ്ങുന്നൊരു നടനാണ് ജഗദീഷ്. മലയാളി കാണാൻ തുടങ്ങിയ കാലം മുതൽ ഒരേ രൂപമാണ്, ഒരേ പ്രകൃതമാണ് ജഗദീഷിന്. കാഴ്ചപ്പാട് കൊണ്ടും നിലപാടുകൾ കൊണ്ടും സിനിമയ്ക്ക് അകത്തും പുറത്തും വ്യത്യസ്തനായ പ്രിയ നടൻ ഇപ്പോഴിതാ 70ന്റെ നിറവിൽ എത്തിയിരിക്കുകയാണ്. ഹരിഹർ നഗറിലെ അപ്പുക്കുട്ടനെയും ഗോഡ്ഫാദറിനെ മായൻകുട്ടിയെയും എല്ലാം ഈ 70ാം വയസ്സിലും പുനരവതരിപ്പിക്കാൻ ജഗദീഷിന് നിഷ്പ്രയാസം കഴിയും. സഹനടനായി, ഹാസ്യനടനായി, നായകനായി, വില്ലനായി അങ്ങനെ പോയ പതിറ്റാണ്ടുകളിൽ മലയാളികൾക്ക് മാറ്റി വയ്ക്കാനാകാത്ത നടനായി ജഗദീഷ് മാറി. അധ്യാപകനായ അച്ഛൻ്റെ 6 മക്കളിൽ 5ാമനായിട്ടായിരുന്നു PV ജഗദീഷ് കുമാറിൻ്റെ ജനനം. ഒരു ഇടത്തരം കുടുംബത്തിൻ്റെ അല്ലലുകൾ മറികടക്കാൻ പഠനം മാത്രമാണ് പോം വഴിയെന്ന് തിരിച്ചറിഞ്ഞ സാധാരണക്കാരിൽ സാധാരണക്കാരനായി അയാൾ വളർന്നു. നന്നായി പഠിച്ചു. കൊമേഴ്സിൽ ബിരുദാനന്തര ബിരുദം റാങ്കോട് പാസ്സായി ബാങ്ക് ഉദ്യോഗസ്ഥനായി ഔദ്യോഗിക ജീവിതവും തുടങ്ങി. പിന്നീട് കോളേജ് അധ്യാപകനായി മാറി. ആ ക്ലാസ് മുറി വിട്ട് തിയേറ്ററിലെ വെള്ളിത്തിരയിലേക്ക് ജഗദീഷ് എത്തുന്നത് 1984-ലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ 3D ചിത്രമായ മൈ ഡിയർ കുട്ടിച്ചാത്തനിലൂടെ ആയിരുന്നു സിനിമ അരങ്ങേറ്റം. പിന്നാലെ 1990-ൽ സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിലിറങ്ങിയ ഇൻ ഹരിഹർ നഗറിലെ അപ്പുക്കുട്ടൻ വൻ വഴിത്തിരിവായി. ഒരു കോളേജ് അധ്യാപകനാണ് ഈ മണ്ടൻ കളിക്കുന്നതെന്ന് സിനിമയെക്കുറിച്ച് അറിയാത്ത അമ്മമാർ പോലും മക്കളോട് വിവരിച്ച കാലമായിരുന്നു അത്. മിമിക്സ് പരേഡിലൂടെയാണ് ജഗദീഷ് നായകനായി വേഷമിടുന്നത്. കാസർഗോഡ് കാദർഭായ്, കുണുക്കിട്ട കോഴി, ഇഞ്ചക്കാടൻ മത്തായി ആൻഡ് സൺസ്, ജൂനിയർ മാൻഡ്രാക്സ്, സ്ഥലത്തെ പ്രധാന പയ്യൻ, സ്ത്രീധനം തുടങ്ങി 100 ദിനവും കടന്നോടിയ ഹിറ്റുകളുടെ നീണ്ട നിര. 400 സിനിമകൾ പിന്നിട്ടിട്ടും ഇതുവരെ ഒരു സംസ്ഥാന അവാർഡ് കയ്യിൽ എത്തിയിട്ടില്ല എന്നതും മലയാളത്തിൻ്റെ നഷ്ടം തന്നെ. എന്നാൽ ഇന്നും വ്യത്യസ്തമായ ക്യാരക്ടർ റോളുകൾ ചെയ്ത് മലയാളികളെ അത്ഭുതപ്പെടുത്തുകയാണ് ജഗദീഷ്. അപ്പോഴും ആർഭാടങ്ങളില്ലാത്ത വേഷവിധാനങ്ങളിൽ സാധാരണത്വം പാലിക്കുന്ന, തട്ടുകടയിൽ പോയി ഭക്ഷണം കഴിക്കുന്ന, ആരോടും പരാതിയും പരിഭവവും പറയാതെ തൻ്റെ ബോധ്യങ്ങളിൽ ഉറച്ചു നിന്ന് പറയേണ്ടത് മാത്രം പറയുന്ന ഒരു നിത്യഹരിത നടനായി മലയാളത്തിൻ്റെ ജഗദീഷ് മുന്നോട്ട് നീങ്ങുകയാണ്.